എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. ഓക്കെ, പറടാ കുട്ട. ടൈല് ഹെഡ് ഫസ്റ്റ് കിഴി. ഓക്കെ, ഞാൻ ഇന്ന് പൂന്ത് വിളയാട്ടായിരിക്കും. പൂന്ത് വിളയാട്ടം. നീ വിളയാടറ കുട്ട. വിളയാടും ഞാൻ. കുറച്ചു ദിവസമായില്ലേ വിളയാടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് കിഴി ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. പഞ്ചു കൊടുത്തോ പഞ്ചല്ലേ അത്? അതെ, അല്ലെന്നല്ല, കുറച്ച് കൂട്ടി കൊടുത്തോ. ജനപ്രിയ നായകൻ ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ അനശ്വര രാജൻ നായികയായിട്ട് എത്തുന്നു. അതെന്താ വന്നത്? ലേഡി സൂപ്പർ സ്റ്റാർ കോടികള് കൊയ്യലടാ ആള്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ലാലേട്ടന്റെ കൂടെ അതൊക്കെ. പിന്നെ എബ്രഹാം മോസ്ലറിലും മമ്മൂട്ടിന്റെയും ജയറാമിന്റെയും കൂടെ. ഇനി പൃഥ്വിരാജിന്റെ കൂടെ. ഇപ്പതാ പൃഥ്വിരാജിന്റെ കൂടെ. എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയും. എന്തായാലും ഫസ്റ്റ് ലുക്ക് ദേ അളി അതിനെ കുറിച്ച് 2 വാക്ക് പറയും പ്ലീസ്. പറഞ്ഞിട്ട് പോയാൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് പോയാൽ എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കല്യാണം അല്ലാണ്ട് എന്താ? അതായത് ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അത് തന്നെയാണ്. ഒരു കല്യാണം. അതായത് ബേസിൽ ജോസഫും അനശ്വരയും തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 കുടുംബം ഉണ്ടാവുമല്ലോ. അതായത് ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും. അവർ തമ്മിലുള്ള ഇഷ്യൂവോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇവർ കഷ്ടപ്പെടുന്നതോ. തീർച്ചയായിട്ടും ഇല്ല. ഈ അമ്പലത്തിൽ എന്തെങ്കിലും വിഷയങ്ങളോ എന്തൊക്കെ വരാം സംഭവങ്ങൾ. അതെ, റിസ്ക്കാണല്ലോ. അതായത് ഇത്ര സമയം കിട്ടുള്ളൂ. ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അവിടെ കല്യാണങ്ങൾ നടക്കുന്നത് ടൈമിങ്. പണ്ട് സിനിമകളൊക്കെ ഉണ്ട്, ഈ പെണ്ണ് മാറിപ്പോകുന്നത്. ആ സിനിമ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ സിനിമകളൊക്കെ ഉള്ളതാണ്. അവിടെ ഭയങ്കര തിരക്കും ആ ഒരു ബഹളമൊക്കെ ഉള്ള സ്ഥലമാണ്. വളരെ കുറഞ്ഞ സമയത്തിൽ അത് ആ മുഹൂർത്ത ടൈമിൽ കയറുക, കെട്ടുക, പോരുക, അത്രയുള്ള പരിപാടികൾ. എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ രസകരമായ ഒരു സിനിമയായിരിക്കും. ജയ 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 ഹേ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് ഒരുക്കുന്ന സിനിമയാണ്. കഴിഞ്ഞില്ലേ ഇത്? ഇതിപ്പോ 10 മിനിറ്റ് പോലെ ഒരു കിഴി കൊണ്ട് നല്ല ഒരു പരിധി വരെ എത്തിച്ചു അല്ലേ? എത്തിച്ചില്ലേ? സംഭവിച്ചോട്ടോ. ഇതാണെങ്കിലും അടുത്ത കിഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വായിച്ചു കഴിഞ്ഞു. പിന്നെ പോച്ചർ വെബ് സീരീസ് ആണ്. ഫെബ്രുവരി 23 ആമസോൺ പ്രൈമിൽ വരുന്നു. നമ്മുടെ റോഷൻ മാത്യുവും നിമിഷ സജയനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പോച്ചർ എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ എന്നാണ് കേട്ടോ അർത്ഥം. നല്ല പോസ്റ്റർ, അടിപൊളി പോസ്റ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും വരട്ടെ. അടുത്ത കിഴി മഹാരാജ. നീ വിളി കേൾക്കല്ലേ, നിന്നെയല്ല, നീ വേറെ മഹാരാജ. ഓക്കെ, സന്തോഷം. ഇഷ്ടപ്പെട്ടു. നമ്മുടെ വിജയ് സേതുപതിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പോസ്റ്ററായിട്ട് വന്നതാണ്. സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് മഹാരാജയുടെ. നിതിലൻ സ്വാമിനാഥനാണ് കേട്ടോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ. നല്ല ഒരു എന്താ പറയാ, വിജയ് സേതുപതി കുറെ നാളുകൾക്ക് ശേഷം ഒരു നായക ഇതിലേക്ക് വരുന്നത്. അത് മുഴുനീളം നായകനായിട്ട്. നായകനാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് അങ്ങനെയായിരുന്നു അല്ലേ? ചെവിയൊക്കെ പോയി അതിൻ്റെ മുകളിലിരുന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്. അടുത്തത് ശക്തിമാൻ കേട്ടിട്ടില്ലേ? സിനിമ നിർത്തിവെച്ചു എന്നുള്ള റൂമറുകൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അത്രയും ബഡ്ജറ്റിലൊരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ സൈഡ് കൊണ്ട് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും സിനിമയുടെ ഈ റൂമറുകൾക്കെതിരെ പ്രതികരിച്ചിട്ട് നമ്മുടെ സോണി പിക്ചേഴ്സിന്റെ ഹെഡ് ലാഡാ സിംഗ് വന്നിട്ട് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്ന റൂമർ. നിങ്ങളുടെ സ്വപ്നം മാത്രം, ഇത് നടന്നിരിക്കും. ബേസിൽ ജോസഫ് ആണ് കേട്ടോ ഡയറക്ട് ചെയ്യാൻ പോണത്. അതായത് 550 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ രൺവീർ സിംഗ് ആണ് നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ 550 കോടിക്ക് ഇങ്ങനെ സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് വലിയൊരു വിജയം ആവില്ല. അതുകൊണ്ട് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലാണ് ഇതിന്റെ റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അപ്പാടെ നിരസിച്ചിരിക്കുന്നു. റിജക്റ്റഡ്. ഏത് ആ റൂമർ? പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ അത് സംഭവിക്കും. അടുത്ത കിഴി മലൈക്കോട്ടെ വാലിബൻ. എനിക്കെന്താന്ന് അറിഞ്ഞൂടാ. ഞാൻ ശരിയല്ല എന്ന് ഞാൻ പലതവണ പറയാറുണ്ട്. അത് എനിക്ക് വീണ്ടും അത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അഹങ്കാരം കയറുന്നു, അഹങ്കാരം. മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. കാണാം. അതെ, അഭിപ്രായം പറയൂ.
അഭിപ്രായം പറയൂ സുഹൃത്തെ. അല്ല, നല്ല പോസ്റ്റർ. അല്ലെങ്കിൽ മലൈക്കോട്ടേന്റെ വരുന്ന പോസ്റ്ററുകളാണെങ്കിലും അതിന്റെ എന്തൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീര സാധനം തന്നെയാണ്. ഓക്കെ, അതേപോലെ അത്യാവശ്യം തരക്കേടില്ലാത്ത അല്ലെങ്കിൽ എല്ലാരെയും കാണിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റർ, ക്യാരക്ടേഴ്സിനെ ഒക്കെ. ഓക്കെ, ഇതൊക്കെ ആരൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. ഹരീഷ് പേരയുടെ മാത്രം ലുക്ക് നമുക്ക് മനസ്സിലായി, ആളെ മാത്രം മനസ്സിലായി, ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ല. നമുക്ക് സിനിമയിൽ മനസ്സിലാക്കാം. അടുത്തത് ഇതിൽ ആരാ? രംഗപട്ടണം രംഗറാണി എന്നുള്ളതാണ് അടുത്തത്. അത് ആകെ അവന് കൂടുതലും ഉണ്ടാകുന്ന സംശയം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പോട്ടെ. ഓക്കെ, ഏതാണെങ്കിലും ഹനുമാൻ ഹനുമാൻ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ 100 കോടി. 100 കോടി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒഫീഷ്യൽ പോസ്റ്ററിൽ അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഹനുമാൻ സിനിമയുടെ റിവ്യൂ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരാത്തതിന് കാരണം ഞങ്ങളുടെ അടുത്തൊന്നും ഈ സിനിമ റിലീസായിട്ടില്ല. സിനിമയില്ല. ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന സിനിമയായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ റിയാക്ഷൻ ചെയ്തു. ആ സമയത്ത് നമ്മൾ പറഞ്ഞതുമാണ് നമുക്ക് കാണണം. വെരി സോറി, ഒന്നില്ല. എന്ത് ചെയ്യാനാ, സിനിമ വരണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കാണാൻ പറ്റൂലല്ലോ. ലക്കി ഭാസ്കർ, ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമയാണ്. വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കിട്ടാനുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കൊള്ളാം, നന്നായി വന്നാ മതി അല്ലേ. ചെറുക്കൻ മലയാളത്തിൽ ഇനി എന്ന്, അതാണ് ചോദ്യം. തെലുങ്കിലും കൂടി ഇനി പോകരുത്, അതിനുള്ള എന്തോ ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു. അതെ, അതിനും കൂടി പോയത് തെലുങ്കിലും തമിഴിലും ആയിട്ടോ, 2 ഭാഷകളിൽ വരുന്നത്. മീനാക്ഷി ചൗധരിയാണ്. അടുത്തത് അനിമൽ സിനിമയുടെ OTT ഡേറ്റ് ഒഫീഷ്യൽ അല്ല, ഏകദേശം വരാൻ പോകുന്നു എന്ന് പറയുന്നത് ജനുവരി 26 നെറ്റ്ഫ്ലിക്സിൽ കേട്ടോ. അടുത്ത കീഴ് സൈറൻ, ജയം രവി നായകനാവുന്ന സൈറൻ സിനിമ OTTയിൽ റിലീസാകും. അതും ജനുവരി 26 എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫേക്കാണെന്നുള്ളതാണ് കേൾക്കുന്നത്. സിനിമ തിയേറ്ററിൽ തന്നെയാണോ OTT ഡയറക്റ്റ് റിലീസാണോ എന്നുള്ള അറിയില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന പുതിയ റിലീസ് ഡേറ്റ് ഫെബ്രുവരി 9 ആട്ടോ. അതും തിയേറ്ററിൽ തന്നെ ആയിരിക്കുമെന്നാണ് കേൾക്കുന്നത്. അതെ, ആദ്യം വന്നത് ഡയറക്റ്റ് OTT ആയിരുന്നു. അതെ, കീർത്തി സുരേഷ്, പിന്നെ ആരായിരുന്നു? അനുപമ പരമേശ്വരൻ. ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിലുണ്ട്. അയലാൻ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് 50 CR കേട്ടോ. അത് ഫസ്റ്റ് ഡേ മുതൽ പിന്നെ അങ്ങോട്ട് കയറി വരുവാണ്. അതെ, തമിഴ്നാട്ടിൽ ഭയങ്കര കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് തന്നെ പ്ലാനിങ് കൊണ്ടുവന്നാണ് കേൾക്കുന്നത് അയലാൻ 2 വേണ്ടിയിട്ടുള്ള. വിജയമായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. അതെ, സംഭവം അതിന്റെ അതായത് അവതരണം മോശമൊന്നുമില്ല, ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു അവതരണം തന്നെയാണ്. പിന്നെ കുറെ ക്ലീശയാണ്, കുറച്ച് കാലഹരണപ്പെട്ടു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ചീഞ്ഞു പോയി. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത കിഴി ടെർബോ സിനിമയുടെ 74 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 74 ദിവസമായി എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ സ്റ്റില്ല് പുറത്തു വന്നിട്ടുണ്ട്. സെറ്റ് ഭീകര സെറ്റാണ്. ഇന്നലെ പറഞ്ഞ സെറ്റല്ലേ, പരിപാടികളാണ്. അതായത് പള്ളിപ്പെരുന്നാളിന്റെ സെറ്റ്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 1000-ലധികം ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. വേറെ ലെവല്. ഓക്കെ, എന്താണ് അടുത്തത്? മലൈക്കോട്ടെ വാലിബൻ, രണ്ടാമത്തത്. നീ എന്തെന്നാണ്, നീ എന്താ നിനക്ക് അഹങ്കരിക്കാന്ന് എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. മലൈക്കോട്ടെ വാലിബൻ കിട്ടി, ആണല്ലേ. ഇവിടെ ശക്തിമാൻ കിട്ടി. അതെന്തോ അത് ഓക്കേന്നോ? അനിമല്, ഹനുമാൻ, ഇനി വേണോ? പിന്നെ എനിക്ക് പൃഥ്വിരാജ് ഉണ്ട്, മോഹൻലാലുണ്ട്. എന്താണെങ്കിൽ അയ്യോ കണ്ടന്റ് പറയാൻ വന്ന സാധനം മറന്നു. എന്താണെങ്കിലും മലൈക്കോട്ടെ വാലിബൻ 2 ഭാഗങ്ങളായിട്ടായിരിക്കും സിനിമ വരുന്നത് എന്നാണ് കേൾക്കുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ, രണ്ടാമത്തെ പാർട്ട് എന്നല്ല, 2 ഭാഗം. ആ കഥ പറഞ്ഞു തീർക്കണമെങ്കിൽ 2 സിനിമയാവും, അത്രേ ഉള്ളൂ. ഇത് റൂമേഴ്സ് ഒന്നല്ല, ഞങ്ങള് പറയുന്ന ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇവനെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അല്ലെങ്കിൽ സ്ഥിരം വേട്ടമൃഗം ഞാനാണല്ലോ, അല്ലെങ്കിൽ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്കാണുള്ളത്. ഒടുവിൽ 60 കത്തി തന്നെ കഴിച്ചില്ലേ അല്ലേ?
അല്ല ഞാൻ സത്യമായിട്ട് ഞാനിതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇതിനകത്ത് ഞാനും കൂടും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. നമ്മൾ ഈ PS1 PS2 എന്ന് പറഞ്ഞ സിനിമകൾ വന്നില്ല, അത് പാർട്ടല്ലല്ലോ. അത് ആ സിനിമേന്റെ കഥ തീരണമെങ്കിൽ 2 സിനിമയായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ 2 സിനിമയായിട്ട് മലൈക്കോട്ടെ വാലിബൻ വന്നിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കൂടെ പറയണമെന്നുണ്ട്, പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അതുകൊണ്ട് പറയുന്നില്ല. പറയൂല ഇപ്പൊ ഇവര് പറയോ ഇവർ ഒന്നും അറിയില്ല. ആയിക്കോട്ടെ, അത് പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. അത് കേൾക്കുമ്പോഴാണ് അതിന്റെ രസം. എന്നിട്ട് സിനിമ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിനിമ നമ്മളെന്താ ഹോസ്റ്റലുകൾ നമുക്ക് പറ്റിയത് നമ്മൾ പറഞ്ഞല്ലേ. അതാ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ സംഭവം നമുക്ക് കണ്ടപ്പോ നമ്മള് അടിച്ചു. അതായത് മമ്മൂട്ടി വില്ലനാണെന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ മാത്രമാണ്. അതെ അല്ലേ, അപ്പോഴും പലരും അംഗീകരിക്കുന്നില്ലായിരുന്നു. അടുത്ത കിഴി നേര് സിനിമ 100 കോടി ക്ലബിൽ കയറി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ, അതായത് ഒഫീഷ്യലായിട്ട് ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ലാലേട്ടനൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അതിനെക്കുറിച്ച് എന്ത് പറയാനാ. കുറെ പേര് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 100 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഒന്നും പറയാനില്ല. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും അത് കൂടി പോകും. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഇത്ര പറയാനുള്ളൂ. അതായത് ഇതിനു മുൻപ് ഒരുപാട് സിനിമകൾ 100 കോടി നേടി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കുറച്ചൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതിന് അതിൻ്റെതായ സമയവും കാര്യങ്ങളും എടുത്തിട്ടാണ്. അപ്പോൾ അതിനോടുള്ള വിശ്വാസം പോലും പോകുന്നു ഇത് കാണുമ്പോൾ. അത്രേ ഉള്ളൂ. നമുക്കറിയാം ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ ഡെയിലി എത്ര വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ എത്ര വരെ എത്തിയിട്ടുണ്ടാവും ഏകദേശം എന്നുള്ളത്. ലൂസിഫറിനൊക്കെ ഇതേ തള്ളായിരുന്നേ, ഭീകര തള്ളായിരുന്നു. 75 ദിവസം കൊണ്ട് 200 കോടി എന്നൊക്കെ ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അന്ന് പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അത് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ട്രാക്കേഴ്സ് ഒക്കെ വന്ന് ശരിയായ രീതിയിൽ സംഗതി മനസ്സിലായി തുടങ്ങി. അതൊരു സത്യം. ഇനിയിപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇത് 35 ദിവസം കൊണ്ട് 100 കോടി എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും 37 ദിവസം എടുത്തിട്ടുണ്ട് 100 കോടി എത്താൻ വേണ്ടി. നേരെ പകുതി വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ പോലും 37 ദിവസത്തിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്താണെങ്കിൽ കൂടുതൽ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല. എന്തിനാണ് നേര്, നല്ലൊരു സാധനമാണത്. അതിന്റെ പേര് എന്തിനാ കളയുന്നില്ലേ? നേരെന്ന് പറഞ്ഞാൽ ആ നേരിന്റെ നേര് കളയരുത്. നേരിന്റെ നേര് പേര് നേരിലെ അതായത് നേരിന്റെ നേര് കളയരുത്, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. ഇന്നത്തെ അതിഗംഭീരമായ മത്സരത്തിൽ വിജയിയായി ജിനേഷിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താണ് എന്നാ പറ. നിനക്ക് കിട്ടിയത് മലയക്കോട്ടെ വാലിബനല്ലേ? എനിക്കുണ്ട് മലയക്കോട്ടെ വാലിബനോ? ശക്തിമാനോ? ശക്തിമാൻ രൺവീർ സിംഗ്, ഹനുമാനോ? പക്ഷേ അതൊക്കെ ഒരു സിനിമയാണ്. അയ്യോ മഹാരാജ, ഗുരുവായൂർ അമ്പലം നട, അയലാൻ ഫ്ലോപ്പായ സിനിമ. ഇവിടെ കേരളത്തിലെ നോക്കണം. അതിന് ഇപ്പൊ ഇരുന്ന് പറഞ്ഞ എന്തായിരുന്നു, 4 ദിവസം കൊണ്ട് 50 കോടി ക്ലബില്. അതുകൊണ്ട് കാര്യമല്ലോ. അങ്ങനെയാണെങ്കിൽ സലാറൊക്കെ വലിയ സംഭവമല്ല. ഏതറ്റ വരെയും പോകൂലേ? ആവർത്തിച്ചോണ്ടിരിക്കുന്നു. എന്നാ ശരി, പോവാണ് കേട്ടാ. ബൈ.